ഹായ് എവരി വൺ, മോണോലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാഹുൽ രവീന്ദ്രനേക്ക് SAP ബിസിനസ് വൺ കൺസൾട്ടൻറ്റ്. നിങ്ങൾ SAP ബിസിനസ് വൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ SAP ബിസിനസ് വണ്ണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് പ്രോസസ്സിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളെ കുറിച്ചും ആ ഓരോ സ്റ്റെപ്പിലും ഏതെല്ലാം ഡോക്യുമെൻറ്റുകളാണ് SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുമാണ്. തീർച്ചയായും മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ഡീറ്റെയിലോട്ട് പോവാം. സെയിൽസ് പ്രോസസ്സിൽ വരുന്ന കോമൺ സ്റ്റെപ്പുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു സെയിൽസ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം ആയാലും അത് SAP ആയാലും ശരി, മറ്റ് സോഫ്റ്റ്വെയർ ആയാലും ശരി, ഇനി നമ്മൾ പറയാൻ പോകുന്ന സെയിൽസ് പ്രോസസ്സിൽ വരുന്ന കോമൺ സ്റ്റെപ്പുകൾ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഏതൊക്കെയാണ് ആ സെയിൽസ് പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്പുകൾ? ആദ്യത്തെ സ്റ്റെപ്പാണ് ഗിവിങ് കൊട്ടേഷൻ ടു കസ്റ്റമർ. കസ്റ്റമർ തന്നിരിക്കുന്ന എൻക്വയറിക്ക് നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. കസ്റ്റമർക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ആവശ്യമുള്ളത്, ആ ആവശ്യമുള്ള സാധനങ്ങളുടെയോ അല്ലെങ്കിൽ സേവനങ്ങളുടെയോ ഒരു പ്രൈസ് ഡീറ്റെയിൽസ്, ഡെലിവറി ഡേറ്റ് ഡീറ്റെയിൽസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു കൊട്ടേഷൻ കസ്റ്റമറിന് കൊടുക്കുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കളക്ടിങ് പർച്ചേസ് ഓർഡർ ഫ്രം കസ്റ്റമർ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ കൊട്ടേഷൻ കസ്റ്റമർ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യുന്നു. വെരിഫൈ ചെയ്ത് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഭാഗത്തു നിന്നും ഒരു പർച്ചേസ് ഓർഡർ പ്രോസസ്സ് ചെയ്യും. ആ പർച്ചേസ് ഓർഡർ കളക്ട് ചെയ്യുന്നതാണ് സെയിൽസ് പ്രോസസ്സിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പാണ് ഡെലിവറി ഗുഡ്സ് ഓർ സർവീസസ് ടു കസ്റ്റമർ. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പർച്ചേസ് ഓർഡർ, അതിൽ വരുന്നിരിക്കുന്ന ഐറ്റംസോ അല്ലെങ്കിൽ സർവീസസോ ആ ഒരു ഡെലിവറി ഡേറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കസ്റ്റമറിന് ഡെലിവറി ചെയ്യുന്ന പ്രോസസ്സാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. വൺസ് കസ്റ്റമറിന് ആ ഒരു ഐറ്റം ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി പേയ്മെൻറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാക്സ് ഇൻവോയ്സ് നമ്മൾ റേസ് ചെയ്യുന്നു. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്, പ്രിപ്പയറിംഗ് ഇൻവോയ്സ് ടു കസ്റ്റമർ. വൺസ് നമ്മൾ ആ ഒരു ഇൻവോയ്സ് റേസ് ചെയ്തു, ആ കസ്റ്റമറിന് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ആ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നു. ആ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നതാണ് സെയിൽസ് പ്രോസസ്സിൽ വരുന്ന അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരുന്ന 5 സ്റ്റെപ്പുകളാണ് സെയിൽസ് പ്രോസസ്സിൽ കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ 5 സ്റ്റെപ്പുകളിൽ SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഗിവിങ് കൊട്ടേഷൻ ടു കസ്റ്റമർ. കസ്റ്റമറിന് കൊട്ടേഷൻ കൊടുക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെൻ്റ്. ഏതാണ് ഡോക്യുമെൻ്റ്? സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെൻ്റ്. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞത് കളക്ടിങ് പർച്ചേസ് ഓർഡർ ഫ്രം കസ്റ്റമർ. കസ്റ്റമർ നമ്മൾ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻസ് കൺഫേം ചെയ്ത് അതിനഗെയിൻസ്റ്റായി അവരൊരു പർച്ചേസ് ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നു. ആ പർച്ചേസ് ഓർഡർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് SAP ബിസിനസ് വണ്ണിൽ എൻ്റർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് സെയിൽസ് ഓർഡർ ഡോക്യുമെൻ്റ്. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് ഏതായിരുന്നു? സെയിൽസ് ഓർഡർ ഡോക്യുമെൻ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഡെലിവറിങ് ഗുഡ്സ് ഓർ സർവീസസ് ടു കസ്റ്റമർ. കസ്റ്റമർ തന്നിരിക്കുന്ന പർച്ചേസ് ഓർഡർ പ്രകാരം ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ നമ്മൾ ഡെലിവറി ചെയ്യുന്നു. ആ ഡെലിവറി സമയത്ത് SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഡെലിവറി ഡോക്യുമെൻ്റ്. ഓക്കെ, ഡെലിവറി പ്രോസസ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രിപ്പയറിംഗ് ഇൻവോയ്സ് ടു കസ്റ്റമർ. അതായത് കസ്റ്റമറിന് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് AR ഇൻവോയ്സ് ഡോക്യുമെൻ്റ് അഥവാ അക്കൗണ്ട് റിസീവബിൾ ഇൻവോയ്സ് ഡോക്യുമെൻ്റ്. ഓക്കെ, സോ ഈ ഒരു ഇൻവോയ്സ് ഡോക്യുമെൻ്റ് ആയിരിക്കും കസ്റ്റമർക്ക് SAP ബിസിനസ് വണ്ണിൽ നിന്നും പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത്.
സോ കസ്റ്റമർ സ്വാഭാവികമായിട്ടും ആ ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ചെയ്ത പേയ്മെൻറ്റ് SAP ബിസിനസ് വണ്ണിൽ എൻട്രി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഇൻകമിംഗ് പേയ്മെൻറ്റ് ഡോക്യുമെൻ്റ്. ഓക്കെ, അതായത് റെസിപ്റ്റ് കളക്ഷൻ എടുക്കുന്ന സമയത്ത് എൻട്രി ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഇൻകമിംഗ് പേയ്മെൻറ്റ് ഡോക്യുമെൻ്റ്. സോ ഈ ഒരു 5 സ്റ്റെപ്പുകളിലായിട്ട് SAP ബിസിനസ് വണ്ണിൽ യൂസ് ചെയ്യുന്ന 5 ഡോക്യുമെൻറ്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെൻ്റ്, സെയിൽസ് ഓർഡർ ഡോക്യുമെൻ്റ്, ഡെലിവറി ഡോക്യുമെൻ്റ്, AR ഇൻവോയ്സ് ഡോക്യുമെൻ്റ്, ഇൻകമിംഗ് പേയ്മെൻറ്റ് ഡോക്യുമെൻ്റ്. അടുത്ത കുറച്ച് വീഡിയോകളിലായിട്ട് ഈ ഓരോ ഡോക്യുമെൻറ്റുകളും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓരോ ഡോക്യുമെൻറ്റുകളുടെയും പ്രത്യേകതകളും ഇമ്പോർട്ടൻസും എന്തൊക്കെയാണ് എന്നെല്ലാമായിരിക്കും വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ആ വീഡിയോസുകളും കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.